നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മാത്യു കുഴൽനാടന്റെ കാലുവാരി കോൺഗ്രസ്. പിണറായി വിജയന്റെ കാല് നക്കുകയാണോ കോൺഗ്രസ് നേതാക്കളെന്ന് ചോദിക്കാതെ മറ്റ് തരമില്ല. കാരണം കഴിഞ്ഞ ദിവസം കേരളം ഞെട്ടിയ ഒരു വിവരമാണ് പുറത്തു വന്നത്. അതായത് മാസപ്പടി കേസിൽ 185 കോടിയുടെ അഴിമതി നടന്നു എന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും വീണയും ചേർന്ന് നടത്തിയ അഴിമതിയുടെ വിവരങ്ങളാണ് പുറത്തു വന്നത്. തുടർ നടപടികളുമായി മുൻപോട്ട് പോകുമെന്ന് ആദായ നികുതി വകുപ്പ് ഡൽഹി ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രി കസേര തെറിപ്പിക്കാനുള്ള വകുപ്പാണ് ഒരുങ്ങിയത്. എന്നിട്ടും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ചൂടില്ല. മാത്യു കുഴൽനാടനാണ് ഈ കേസ് ആദ്യം മുതൽ തന്നെ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. വലിയ രീതിയിലുള്ള പോരാട്ടമായിരുന്നു മാത്യു കുഴൽനാടൻ നടത്തിയത്. എന്നാൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ ആരും തന്നെ കോൺഗ്രസിൽ നിന്ന് തയ്യാറായില്ല. ഈ കോൺഗ്രസുകാരുടെ ഭയം എന്താണ്? കരിമണൽ കർത്തയുടെ ഡയറിയിലുള്ള മറ്റു പേരുകളാണോ? PV മാത്രമല്ലല്ലോ പേരായിട്ടുള്ളത്, OC RC ഒക്കെ ഉണ്ടല്ലോ. ആ പേരുകളാണോ നിങ്ങളെ ഭയപ്പെടുത്തുന്നത്? അതോ അഴിമതിയുടെ ഭാഗമായിട്ടുണ്ടോ നിങ്ങളും? ഇപ്പോൾ വീണ വിജയന് സംരക്ഷണം ഒരുക്കുന്നത് CPM അല്ല, കോൺഗ്രസ് ആണ്. VD സതീശനും സുധാകരനുമൊക്കെ ഇതിന് കുട പിടിക്കുകയാണോ? എന്തുകൊണ്ട് മാത്യു കുഴൽനാടൻ ഉയർത്തിവിട്ട ഈ വലിയ ആരോപണം അത് ഇപ്പോൾ ദില്ലി ഹൈക്കോടതിയിൽ വലിയ അഴിമതിയുടെ വിവരങ്ങൾ ആദായ നികുതി വകുപ്പും കേന്ദ്രവും തെളിവുകളടക്കം കൈമാറിയിട്ടും ഒരു അനക്കവുമില്ലാതെ കോൺഗ്രസ് നേതൃത്വം ഇരിക്കുന്നു? നിങ്ങളുടെ കൈയും കാലും കെട്ടിയിട്ടിരിക്കുന്നത് ആരാണ്? പിണറായി വിജയനാണോ? പിണറായി വിജയൻ നിങ്ങളെയൊക്കെ വിലക്കെടുത്തോ? രാഹുൽ മാങ്കൂട്ടത്തിലിനെയും ഷാഫി പറമ്പിലിനെയും ഒന്നും കാണാൻ പോലുമില്ല. ഇത്ര വലിയ അഴിമതിയുടെ കഥ പുറത്തേക്ക് വന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മിണ്ടാട്ടമില്ലാത്തത്? ശരിക്കും അക്ഷരാർത്ഥത്തിൽ മാത്യു കുഴൽനാടനെ ചതിച്ചത് കോൺഗ്രസുകാർ തന്നെയാണ്, കൂടെ നിന്നവർ തന്നെയാണ്. മാത്യു കുഴൽനാടൻ പറഞ്ഞിരുന്നു, ഇതൊരു ചെറിയ കളിയല്ല, ഇതൊരു മാസപ്പടിയിൽ ഒതുങ്ങുന്ന കഥയല്ല, വലിയ ഒരു അഴിമതി ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. അതായത് എക്സാലോജിക് എന്ന കമ്പനി തട്ടിക്കൂട്ടിയെടുത്ത് അതിന് പിന്നിൽ പിണറായി വിജയനും മകളും ചേർന്ന് വലിയ അഴിമതികൾ സർക്കാരിന്റെ മറവിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത്. എന്നിട്ടും CPMകാർ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും കോൺഗ്രസ് നേതാക്കൾ അനങ്ങിയില്ല. എന്തുകൊണ്ടായിരുന്നു? അപ്പോൾ അഴിമതിയുടെ പങ്ക് പറ്റിയിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കളും എന്നുള്ളത് കൊണ്ടല്ലേ നിങ്ങളിപ്പോഴും അനങ്ങാതെ ഇരിക്കുന്നത്? അല്ലെങ്കിൽ തെരുവ് കത്തേണ്ട സമയം കഴിഞ്ഞു ഇപ്പോൾ. അതായത് കഴിഞ്ഞ ദിവസം ദില്ലി ഹൈക്കോടതിയിൽ ആദായ നികുതി വകുപ്പ് തെളിവുകളടക്കം കൈമാറുമ്പോൾ, അതിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസുകാർ ഒരു സമരത്തിനിറങ്ങുന്നില്ല? എന്തുകൊണ്ട് പിണറായി വിജയൻ രാജിവെക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല? സെക്രട്ടേറിയറ്റ് വളയാൻ നിങ്ങൾ പോകുന്നില്ല. നേരെ മറിച്ച് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്തായിരുന്നു ഇത്തരത്തിലൊരു അഴിമതി നടന്നിരുന്നതെങ്കിൽ ഉമ്മൻചാണ്ടി പിന്നെ ആ കസേരയിൽ ഇരിക്കുമായിരുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു നേതാവാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ അന്ന് പ്രതിപക്ഷത്ത് ഈ CPM ആയിരുന്നുവെങ്കിൽ നിങ്ങളിപ്പോൾ അധികാരത്തിൽ ഉണ്ടാകുമായിരുന്നു. കേരളം അവർ കത്തിച്ചേനെ. പക്ഷേ ഇപ്പോൾ പിണറായി വിജയനും മകളും നടത്തിയ അഴിമതിയുടെ കഥ പുറത്തു വന്നിട്ടും കോൺഗ്രസിന് കേരളം കത്തിക്കേണ്ട, സെക്രട്ടേറിയറ്റ് വളയണ്ട, പിണറായി വിജയനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണ്ട. അല്ലെങ്കിൽ പിണറായി വിജയൻ ഒരു പനി ബാധിച്ച് അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോയാൽ അതിന്റെ ചെലവ് ഖജനാവിൽ നിന്നെടുത്താൽ പിണറായി രാജിവെക്കണമെന്ന് പറഞ്ഞ് സമരം നടത്തുന്ന കോൺഗ്രസുകാരാണ് ഇപ്പോൾ ഒരെണ്ണത്തെ കാണാനില്ല. മാത്യു കുഴൽനാടൻ, നിങ്ങളോട് കേരളം മാപ്പ് ചോദിക്കുകയാണ്. കാരണം ഇത്ര വലിയ ഒരു അഴിമതിയുടെ പിന്നാമ്പുറ കഥകൾ നിങ്ങൾ വലിച്ചു പുറത്തിട്ടിട്ടും നിങ്ങളുടെ പ്രസ്ഥാനം നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല എന്നുള്ളത് കേരളം തന്നെ ലജ്ജിച്ചു പോകുകയാണ് ഈ ഘട്ടത്തിൽ. ഒരു കാര്യവും കൂടി ഓർക്കണം, പിണറായി വിജയനും മകളും ചേർന്ന് അഴിമതി നടത്തിയിരിക്കുന്നത് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ മറവിലൂടെയാണ്. അതായത് KSIDC എന്ന സ്ഥാപനത്തെ മുൻനിർത്തി വലിയ ഒരു അഴിമതിക്ക് കളമൊരുക്കി എന്നുള്ളതാണ്. എന്നിട്ടും ഇവിടുത്തെ പ്രതിപക്ഷത്തിന് ചൂടും ചൂരുമില്ല. നട്ടല്ലില്ലാത്ത കുറെ പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത്. ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിണറായി വിജയന്റെ 2 ടേം അധികാരത്തിൽ പ്രതിപക്ഷത്തിന് നട്ടല്ലില്ലായിരുന്നു എന്ന് തന്നെ പറയണം. VD സതീശൻ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം വലിയ ഹീറോയിസം നിയമസഭയിൽ കാണിക്കാറുണ്ടല്ലോ. നിങ്ങളുടെ ഈ ഹീറോയിസം എന്തുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ കാണിക്കുന്നില്ല? അതായത് നട്ടല്ലില്ലാത്ത ഒരു വർഗമാണ് പ്രതിപക്ഷം എന്ന് പറയാതിരിക്കാൻ തരമില്ല.
എക്സാലോജിക്കും CMRL തമ്മിൽ നടന്ന അഴിമതിയാണ് പുറത്തു വന്നതെങ്കിൽ അത് മുഖ്യമന്ത്രിയെ ബാധിക്കുമായിരുന്നില്ല. എന്നാൽ കേരളത്തിലെ ഒന്നാംകിട പൊതുമേഖലാ സ്ഥാപനവും ഇപ്പോൾ സംശയ നിഴലിലായിരിക്കുന്നു. സർക്കാർ സംവിധാനം ഉപയോഗിച്ച് അഴിമതി നടത്തിയെന്നാണ് കേന്ദ്രം കണ്ടെത്തിയിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ കുരുക്ക്. ഇതിന് സർക്കാർ തന്നെ മറുപടി നൽകേണ്ടി വരും. സർക്കാർ സ്ഥാപനത്തെ സ്വകാര്യ കമ്പനി ദുരുപയോഗം ചെയ്തെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതാണ് മുഖ്യമന്ത്രി കസേരയ്ക്ക് സംഭവിക്കാൻ പോകുന്ന കുരുക്ക്. കൂടുതൽ അന്വേഷണം വന്നാൽ എല്ലാവരും കുരുങ്ങും. CMRL മകൾ വീണയുടെ കമ്പനിയുമായി ചേർന്ന് അഴിമതി നടത്തിയതായി ദില്ലി ഹൈക്കോടതി വിധി പറഞ്ഞാൽ പിണറായിക്ക് അധികാരത്തിൽ തുടരാനാകില്ല. ഇത്ര വലിയ തുറുപ്പ് ചീട്ട് കോൺഗ്രസിന്റെ കയ്യിൽ കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് ഇവർക്കൊരു അനക്കമില്ലാത്തത്? എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂളായി ആലപ്പുഴയിൽ നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ മകളെ സംരക്ഷിക്കാൻ കോൺഗ്രസ് ഉണ്ടല്ലോ, ആ ഒരു ധൈര്യമാണ് പിണറായിക്കുള്ളതെന്ന് തോന്നുന്നു. എക്സാലോജിക് കമ്പനിക്ക് ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിനെ തുടർന്നാണ് SFIO അന്വേഷണം തുടങ്ങിയത്. എന്നാൽ CMRL നടത്തിയ ഇടപാടിന്റെ പേരിൽ തങ്ങൾക്കെതിരെ അന്വേഷണം നടത്തേണ്ടതില്ല എന്നാണ് KSIDCയുടെ വാദം. CMRLന്റെ പണമിടപാടിനെ കുറിച്ച് തങ്ങൾക്ക് അറിയില്ല എന്ന വാദമാണ് KSIDC ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ CMRL കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ KSIDCയുടെ പ്രതിനിധിയും ഉള്ള സാഹചര്യത്തിൽ ഇത്തരമൊരു വാദം ഉന്നയിക്കാനാകുമോ എന്നായിരുന്നു ഹർജി പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി നേരത്തെ പ്രതികരണം ചോദിച്ചിരുന്നു. SFIO അന്വേഷണം കോടതിയിൽ ചോദ്യം ചെയ്യുന്നതിന് KSIDC എന്ന സർക്കാർ സ്ഥാപനം എത്ര ലക്ഷങ്ങളാണ് ചെലവിട്ടത്? അവിടെ തന്നെ ദുരൂഹതയില്ലേ? ഇത് പുറത്തു വന്ന കണക്ക് തന്നെയാണല്ലോ. പുറത്തു വരാത്ത കണക്ക് എത്രയെന്ന് കണ്ടറിയണം. ഈ കേസിൽ KSIDCക്കായി ഹൈക്കോടതിയിൽ ഹാജരായ സുപ്രീം കോടതി അഭിഭാഷകൻ CS വൈദ്യനാഥന് ഫീസായി നൽകിയത് 82.50 ലക്ഷം രൂപയാണ്. ഹൈക്കോടതിയിൽ 3 തവണയാണ് ഇദ്ദേഹം ഹാജരായത്. കേസിൽ ഇതുവരെ അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല. വേനൽ അവധിക്ക് ശേഷം ഹർജിയിൽ വിശദമായ വാദം കേൾക്കും. അപ്പോൾ ഇനിയും കോടികൾ പൊടിക്കും. മാസപ്പടിയിൽ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ആദ്യ ഉത്തരവ് പ്രകാരം ROC സംഘം തുടങ്ങിവെച്ച വിശദ അന്വേഷണമാണ് പിന്നീട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഏറ്റെടുക്കുന്നത്. SFIOയ്ക്ക് ധാരാളം നടപടിക്രമങ്ങളുണ്ട്. കൃത്യമായ അന്വേഷണത്തിലൂടെ മാത്രമേ കേരള മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായ കേസിൽ അന്വേഷണം നടത്താൻ കഴിയുകയുള്ളൂ. അതിനുള്ള കാലതാമസമാണ് ഉണ്ടായതെന്ന് അവർ പറയുന്നു. ചട്ടപ്രകാരമല്ല കമ്പനി പ്രവർത്തിച്ചിട്ടുള്ളത്. അക്കാര്യം സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. റിപ്പോർട്ടിൽ CMRLനെതിരെ നടപടി വന്നാലും അത് വീണയെ ബാധിക്കും. കാരണം ചെയ്യാത്ത ജോലിക്കാണ് പ്രതിഫലം വാങ്ങിയിട്ടുള്ളത്. മാത്രവുമല്ല ഇരുവരും ചേർന്ന് അഴിമതി നടത്തിയെന്നും പറയുന്നു. ഇത്തരം നടപടികൾ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന ആനുകൂല്യം ലഭിച്ചതുകൊണ്ട് മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് പിണറായി വിജയൻ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ആ പ്രിവിലേജ് വീണ വിജയൻ ഉപയോഗിച്ചു. ഇത് മാത്രമല്ല ഒരു സർക്കാർ സ്ഥാപനത്തെ അഴിമതി നടത്തുന്നതിന് വിനിയോഗിച്ചു എന്നുള്ളതാണ്. മാസപ്പടിക്ക് പുറമേയും ധാരാളം ഇടപാടുകൾ വീണയ്ക്ക് CMRLുമായി ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. വീണയുടെ യാത്ര, താമസ ചെലവുകൾ അടക്കം CMRL വഹിച്ചു എന്നാണ് വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വീണ വിജയനിൽ നിന്ന് അന്വേഷണ സംഘം മുൻപ് ചോദിച്ചറിഞ്ഞിരുന്നു. SFIO അന്വേഷണ റിപ്പോർട്ട് എവിടെ പോയി എന്നായിരുന്നു പ്രതിപക്ഷം ഉൾപ്പെടെ ചോദിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ടായിരുന്നു. അക്കാര്യം ആരും അറിഞ്ഞില്ല എന്ന് മാത്രം. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും കേന്ദ്രത്തെ അടിക്കാനുള്ള വടിയായി അന്വേഷണം മാറിയിരുന്നു. കേസ് ഏറ്റെടുത്ത് 10 മാസത്തിന് ശേഷമാണ് നടപടി. 2 വട്ടം വീണയിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു. അതീവ രഹസ്യമായി നടന്ന നീക്കം CPM വൃത്തങ്ങളിൽ നിന്നാണ് പുറത്തുപോയത്. പിണറായിക്കെതിരെ നീങ്ങുന്ന ഒരു സംഘം CPMകാരാണ് വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത്. അതായത് CPMൽ നിന്ന് തന്നെ വിവരങ്ങൾ പുറത്തേക്ക് മാധ്യമങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ ആളുകളുണ്ട്. ഇത് മാത്രമല്ല, ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ട് കോൺഗ്രസ് അനങ്ങാതെ ഇരിക്കുന്നു? ഇത്ര വലിയ ഒരു വജ്രായുധമാണ് അവർക്ക് വീണ് കിട്ടിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ്, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. എന്നിട്ടും ഇതൊരു ആയുധമായി കോൺഗ്രസ് വിനിയോഗിക്കുന്നില്ല. അതൊക്കെ പോട്ടെ, നിങ്ങളത് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നിടത്തല്ല. നിങ്ങൾ സംസ്ഥാനത്തിന് വേണ്ടി, അതായത് ഈ കേരളത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു പാർട്ടിയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഭരണപക്ഷത്തെ ചോദ്യം ചെയ്യുന്നില്ല? പിണറായി വിജയനും മകളും ചേർന്ന് നടത്തിയ അഴിമതികളെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നില്ല. സർക്കാർ സ്ഥാപനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നില്ല. അതൊന്നും ചെയ്യാതെ നിങ്ങൾ ഈ വിഷയത്തിൽ പിണറായി വിജയനും വീണയ്ക്കും ഒത്താശ ചെയ്യുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.